കേരള റീഡർ ഇംഗ്ലീഷ് ക്ലാസ് 9 യൂണിറ്റ് 2 വിങ്സ് ഓഫ് ചേഞ്ചിലെ മൂന്നാമത്തെ ഭാഗമായ സക്സസ് എന്ന പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. സോ വെൽക്കം ടു മൈ ചാനൽ യോ ക്ലാസ് റൂം അറ്റ് 2310. ലെറ്റ്സ് റീഡ്. I am a dreamer. I have to dream and reach for the stars. And if I miss a star, then I grabbed a handful of clouds. മൈക്ക് ടൈസന്റെ ഈ വരികൾ പറയുന്നത് നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് അത് എത്തിച്ചേരാൻ ശ്രമിക്കണം. ശ്രമിച്ചിട്ട് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അതാണ് ഇഫ് ഐ മിസ് എ സ്റ്റാർ എന്ന് പറയുന്നത്. നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടരുത്. ഐ ഗ്രാബ് എ ഹാൻഡ്ഫുൾ ഓഫ് ക്ലൗഡ്സ്. അതിലേക്ക് എത്തിച്ചേരാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരാൻ കഴിയുന്ന എല്ലാ വഴികളും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം, പിന്മാറാൻ പാടില്ല. ഗിസ്ന മ്ലോപ്പെ ഡ്രീംഡ് ബിഗ് ആൻഡ് വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ഹെർ ഡ്രീംസ്. ഗിസ്ന മ്ലോപ്ലെ എന്ന് പറഞ്ഞ ആ എഴുത്തുകാരി വലിയ വലിയ സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തിയായിരുന്നു. അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം കഠിനമായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ഹെർ സ്റ്റോറി ടെൽസ് us that sheer hard work and perseverance lead to success. ഇവരുടെ കഥകൾ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നിരന്തര പ്രയത്നത്തിലൂടെയും വളരെ കഠിന അധ്വാനത്തിലൂടെയും വിജയത്തിൽ എത്താൻ സാധിക്കും. Now read the poem Success by H.W. Longfellow. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? H.W. Longfellow, ഫുൾ നെയിം ഹെൻറി വാഡ്സ്വർത്ത് ലോങ്ഫെലോ. അദ്ദേഹം എഴുതിയ സക്സസ് എന്ന പദ്യം നമുക്ക് താഴോട്ട് വായിക്കാം. We have not wings, we cannot soar, but we have feet to scale and climb by slow degrees, by more and more the cloudy summits of our time. വളരെ ഉയരങ്ങളിലേക്ക് പറക്കാൻ നമുക്ക് ചിറകുകളില്ല. പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിലെ ക്ലൗഡി സമ്മിറ്റ്സ്, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ തരണം ചെയ്ത് പതുക്കെ പതുക്കെ ഉയരങ്ങളിലേക്ക് എത്താൻ നമുക്ക് നമ്മളുടെ കാലുകളുണ്ട്. The mighty pyramids of stone that wedge like cleave the desert airs, when nearer seen and better known, are but gigantic flights of stairs. ഇവിടെ പറയുന്നു വെഡ്ജ് ലൈക്ക്, അതായത് വെഡ്ജ് എന്ന് പറഞ്ഞാൽ ത്രികോണ ആകൃതിയിലുള്ള ഒരു സാധനമാണ്. അപ്പം അങ്ങനെ ത്രികോണ ആകൃതിയിലുള്ള വലിയ കല്ലുകൊണ്ടുണ്ടാക്കിയ ഭയങ്കര ഉയരം കൂടിയ പിരമിഡുകൾ ക്ലീവ് ദ ഡെസേർട്ട് എയർ. ക്ലീവ് എന്ന് പറഞ്ഞാൽ കീറി മുറിക്കുക. അപ്പോൾ മരുഭൂമിയിലെ കാറ്റിനെ കീറി മുറിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നു നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ, അതായത് അടുത്ത് ചെല്ലും തോറും നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കും. എന്താ ലഭിക്കുന്നത്? ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയർ, വലിയ വലിയ സ്റ്റെയർ എന്ന് പറഞ്ഞാൽ പടിക്കെട്ടുകൾ, പടിക്കെട്ടുകളുടെ ഒരു നിര, അതാണ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർ. വലിയ വലിയ പടിക്കെട്ടുകളുടെ ഒരു നിരയാണ് ഈ പിരമിഡ് എന്ന് നമുക്ക് അടുത്ത് ചെല്ലുമ്പോൾ മനസ്സിലാകുന്നു. ഈ വരികളുടെ ഒരു ചുരുക്കം അർത്ഥം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് വളരെ വലുതും അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പലതും അതിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് അത് വളരെ നിസ്സാരമായിട്ടും അത് വളരെ പ്രയാസമില്ലാതെ നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും. മൂന്നാമത്തെ സ്റ്റാൻസ. The distant mountains that uprear their solid bastions of the skies are crossed by pathways that appear as we to higher levels rise. Uprear എന്ന് പറഞ്ഞാൽ ഉയർന്നു നിൽക്കുന്ന. അപ്പം ഉയർന്നു നിൽക്കുന്ന, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ദൂരെയുള്ള മൗണ്ടൻസ്, ഡിസ്റ്റന്റ് മൗണ്ടൻസ്, ദൂരെയുള്ള മലകൾ ഉറച്ച കോട്ടകൾ പോലെ ആകുന്നു. സോളിഡ് ബാസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉറച്ച കോട്ടകൾ പോലെ ആകുന്നു. അടുത്ത രണ്ടുപേര് പറയുന്നത് ആ മലകളിലേക്ക് നമ്മൾ അടുക്കുന്തോറും അതിലേക്കുള്ള വഴികൾ, പാത്വേസ്, എപ്പിയേഴ്സ്, തെളിഞ്ഞു വരുന്നു. ഈ 4 വരികളുടെ ചുരുക്കം നമുക്ക് നോക്കാം. ആദ്യ കാഴ്ചയിൽ ദുഷ്കരമായി തോന്നും കാര്യങ്ങളൊക്കെ, ഓക്കെ. പിന്നീട് നമ്മൾ മുന്നോട്ട് പോകും തോറും, അടുത്തേക്ക് ചെല്ലും തോറും അതിന് പരിഹാരങ്ങളും സാധ്യതകളൊക്കെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവസാനത്തെ സ്റ്റാൻസ. The heights by great men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. വളരെ ഉയരങ്ങളിൽ എത്തിച്ചേർന്ന ആളുകൾ, വളരെ വലിയ നേട്ടങ്ങൾ ലഭിച്ച ആളുകൾ, അവർക്ക് ആ നേട്ടങ്ങളൊക്കെ നോട്ട് അറ്റൈൻഡ് ബൈ സഡൻ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ്, അതായത് വളരെ പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് ലഭിച്ച കാര്യങ്ങളല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത്? വൈൽ ദെയർ കമ്പാനിയൻ സ്ലെപ്റ്റ്, അതായത് അവരെ കൂടെയുള്ളവർ, അവിടെ കൂടെ ജോലി ചെയ്യുന്നവർ, അവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് ടോയിലിംഗ് അപ്വേർഡ് ഇൻ ദ നൈറ്റ്, ഇവർ
രാത്രി ഉറക്കമൊഴിച്ചിട്ട് അതിനുവേണ്ടി കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ വരികളുടെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ വിജയം നേടിയ ആളുകൾ അവർക്കത് പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് കിട്ടിയതൊന്നുമല്ല. അവരത് വളരെ കഠിന അധ്വാനത്തോടും നിരന്തരമായ പരിശ്രമം കൊണ്ട് അവർക്ക് കിട്ടിയതാണ്. പിന്നെ അവർ രാത്രി മുഴുവനും ഉറക്കമൊഴിഞ്ഞിട്ടൊക്കെ അവർ അതിനുവേണ്ടി പരിശ്രമിക്കും. മറ്റുള്ളവർ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും ഇവർ ഉറക്കമൊഴിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ആ സമയത്താണ്, അല്ലെങ്കിൽ അതുപോലെ ചെയ്യുമ്പോഴാണ് ഈ വലിയ വലിയ സ്ഥാനങ്ങളും നേട്ടങ്ങളൊക്കെ ലഭിക്കുക. അപ്പോൾ സക്സസ് എന്ന ഈ പദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? നമ്മൾ വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിനമായിട്ടും നിരന്തരമായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. തളർന്നു പോകുന്ന സമയങ്ങളുണ്ടാവും. അപ്പോഴൊന്നും നമ്മൾ പിന്മാറിപ്പോകാൻ പാടില്ല. ഇതാണ് നമ്മൾ ഈ പദ്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ സ്റ്റുഡൻസ്, സക്സസ് എന്ന ഈ പദ്യത്തിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഇവിടെ അവസാനിച്ചു. എൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് നല്ലവണ്ണം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇഫ് സോ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ, യുവർ ക്ലാസ് റൂം at 2310.